അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യ അടക്കമുള്ള വിവിധ രാജ്യങ്ങൾക്കുമേൽ പകരച്ചുങ്കത്തിനായി ഒരുങ്ങി നിൽക്കുകയാണ്. ട്രംപിന്റെ പരസ്പര താരിഫുകൾ ലോകമെമ്പാടുമുള്ള 1.4 ട്രില്യൺ ഡോളറിന്റെ സാമ്പത്തിക പ്രവർത്തനങ്ങളെ തകർക്കും. കൂടാതെ വിലക്കയറ്റത്തിനും അമേരിക്കയുടെ തന്നെ GDP ഗണ്യമായി നശിപ്പിക്കുകയും ചെയ്യുമെന്നാണ് സാമ്പത്തിക വിശകലന വിദഗ്ധരെല്ലാം ചൂണ്ടിക്കാട്ടുന്നത്. പരസ്പര താരിഫുകൾ ചാർത്തുന്നതിന്റെ വിമോചന ദിനം എന്നാണ് ട്രംപ് പ്രധാനമായിട്ടും ഇതിനെ വിശേഷിപ്പിക്കുന്നത്. പക്ഷെ മിക്കവാറും എല്ലാ സാമ്പത്തിക സൂചകങ്ങളും തന്നെ ഇരുട്ടിലാണ് നിലനിൽക്കുന്നത്. ആഗോള ഓഹരി വിപണികൾ ഇടിഞ്ഞു. മാത്രമല്ല, ഉപഭോക്തൃ വികാരം 4 വർഷത്തെ ഏറ്റവും താഴ്ന്ന നിലയിലുമായിട്ടാണ് നിലനിൽക്കുന്നത്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് സാമ്പത്തിക വിദഗ്ധർ മാന്ദ്യത്തിന്റെ അപകട സാധ്യതയെക്കുറിച്ച് മുന്നറിയിപ്പുമായി രംഗത്ത് വന്നിരിക്കുന്നത്. ഇംഗ്ലണ്ടിലെ ആസ്റ്റൺ ബിസിനസ് സ്കൂൾ നടത്തിയ വിശകലനത്തിൽ ട്രംപിന്റെ താരിഫുകൾ മൂലമുണ്ടാകുന്ന ഒരു പൂർണ്ണ തോതിലുള്ള വ്യാപാര യുദ്ധം ലോകത്തിന് സാമ്പത്തിക നഷ്ടമുണ്ടാക്കുമെന്ന് തെളിഞ്ഞിട്ടുമുണ്ട്. അമേരിക്കയിൽ വിലക്കയറ്റം 5.5% വർദ്ധിപ്പിക്കുമെന്നും രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയിൽ 1.3% കുറവുണ്ടാകുമെന്നും കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. വിലക്കയറ്റത്തിന്റെയും തൊഴിൽ നഷ്ടങ്ങളുടെയും ഫലമായി ഉപഭോക്തൃ ഉപഭോഗം, വ്യാവസായിക ഉൽപ്പാദനം, ബിസിനസ് നിക്ഷേപം എന്നിവ കാര്യമായി കുറയുകയും ചെയ്യും. ഇടത്തരം മുതൽ ദീർഘകാല അടിസ്ഥാനത്തിൽ പണപ്പെരുപ്പം മാന്ദ്യമോ സ്തംഭനാവസ്ഥയോ ആയി മാറുമെന്ന പ്രതീക്ഷയും നിലനിൽക്കുന്നുണ്ട്. മറ്റ് സമ്പദ് വ്യവസ്ഥകളെ കൊള്ളയടിക്കാൻ കൂടി ലക്ഷ്യമിട്ടിട്ടുള്ള ട്രംപിന്റെ താരിഫ് യുദ്ധം അമേരിക്കയുടെ സമ്പദ് വ്യവസ്ഥയെ കാര്യമായി തിരിച്ചടിക്കുമെന്നതിലും സംശയം വേണ്ട. യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും ബ്ലോക്കുകളും ട്രംപിന്റെ താരിഫുകൾക്ക് പ്രതികാരം ചെയ്യുന്ന സാഹചര്യത്തിൽ കൂടി അമേരിക്കയുടെ സമ്പദ് വ്യവസ്ഥ ഗണ്യമായി ഇടിവ് അനുഭവിക്കുമെന്നതും ഉറപ്പാണ്. കാരണം കയറ്റുമതി 66.2%, ഇറക്കുമതി 46.2% കുറയുന്നത്. ക്ഷേമം 2.5% കുറയും. വിലകൾ 5.5% വർദ്ധിക്കുക. ഈ സാഹചര്യത്തിൽ അമേരിക്കയുടെ GDP 1.34% കുറയുമെന്നാണ് കൂടുതലും പ്രതീക്ഷിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ അമേരിക്കയും കാനഡയും തമ്മിലുള്ള യുദ്ധം കൂടുതൽ രൂക്ഷമാകുകയും ചെയ്യും. കാനഡയുടെ കയറ്റുമതി 32.6%, മൊത്തത്തിലുള്ള GDP 2.7% കുറയുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. കാനഡയുടെ എല്ലാ സ്റ്റീൽ, അലൂമിനിയം കയറ്റുമതികളിലും അടുത്തിടെ 25% അധിക തിരിവ് ഏർപ്പെടുത്തി മൊത്തം തിരിവ് 50% ഉയർത്തിയിട്ടുമുണ്ട്. മെക്സിക്കോയിൽ നിന്നും കാനഡയിൽ നിന്നുമുള്ള ഇറക്കുമതിക്ക് പുതിയ താരിഫുകളിൽ നിന്ന് അമേരിക്കൻ വാഹന നിർമ്മാതാക്കൾ 1 മാസത്തെ ഇളവ് ട്രംപ് അനുവദിച്ചതിന് തൊട്ടു പിന്നാലെ തന്നെയായിരുന്നു ഈ സുപ്രധാനമായിട്ടുള്ള നീക്കവും. രേഖപ്പെടുത്താത്ത കുടിയേറ്റവും മയക്കുമരുന്ന് കള്ളക്കടത്തും തടയുക എന്നതാണ് ലക്ഷ്യമെന്ന് അവകാശപ്പെട്ടുകൊണ്ട് മാർച്ച് 4-ന് താൽക്കാലികമായി നിർത്തിവെച്ച താരിഫുകൾ ട്രംപ് പുനരാരംഭിക്കുകയും ചെയ്തിരുന്നു. അടുത്ത അയൽക്കാരുമായുള്ള അത്തരമൊരു വ്യാപാര യുദ്ധം അമേരിക്കയ്ക്ക് തിരിച്ചടിയാകുവാനുള്ള സാധ്യതയുമുണ്ട്. ഇരു രാജ്യങ്ങളുമായുള്ള രാജ്യത്തിന്റെ വ്യാപാര ബന്ധം ഇതിന് വലിയ തെളിവ് കൂടിയാണ്. 2025 ജനുവരിയിൽ അമേരിക്കയുടെ വ്യാപാര കമ്മി റെക്കോർഡ് ഡോളറായി $131.4 ബില്യൺ എത്തിയിരുന്നു. 2024 ഡിസംബറിലെ $98.1 ബില്യൺ നിന്ന് 34% വർധനവാണ് പ്രധാനമായിട്ടും രേഖപ്പെടുത്തിയത്. ബ്യൂറോ ഓഫ് എക്കണോമിക് അനാലിസിസ് അനുസരിച്ച് 2015 മാർച്ചിന് ശേഷമുള്ള ഏറ്റവും വലിയ കമ്മിയാണിത്. അമേരിക്കയുടെ ആഭ്യന്തര വിപണികൾക്ക് മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിയെ എങ്ങനെ വളരെയധികം ആശ്രയിക്കുന്നുവെന്ന് ഇത് എടുത്തു കാണിക്കുകയും ചെയ്യുന്നുണ്ട്. ആഭ്യന്തര വിപണികളിൽ സാമ്പത്തിക ഞെരുക്കം വർദ്ധിക്കാനുള്ള സാധ്യത കൂടുതലാണെന്ന് വിദഗ്ധർ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. മാത്രമല്ല, മെക്സിക്കോയും കാനഡയുമായും ഒരു താരിഫ് യുദ്ധം സ്ഥിതി കൂടുതൽ മോശമാക്കും. മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് മെക്സിക്കോയും കാനഡയുമാണ് അമേരിക്കയുടെ ഏറ്റവും വലിയ 2 വ്യാപാര പങ്കാളികളായി നിലനിൽക്കുന്നത്. താരിഫ് മെക്സിക്കോയുടെ കയറ്റുമതിയിൽ 35%, മൊത്തത്തിലുള്ള GDP-യിൽ 3.7% കുറയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാനഡയ്ക്കും മെക്സിക്കോയ്ക്കുമെതിരെ പ്രസിഡന്റ് ട്രംപ് തിരിവുകൾ ഏർപ്പെടുത്തുന്നത് തുടരുകയാണെങ്കിൽ അമേരിക്കയുടെ കയറ്റുമതിക്കാർക്ക് ദോഷം സംഭവിക്കുകയും കാനഡയുടെയും മെക്സിക്കോയുടെയും ബിസിനസ് പ്രവർത്തനങ്ങളെയും ഗുരുതരമായ മാന്ദ്യത്തിലേക്ക് നയിക്കുവാനും സാധ്യതയുണ്ട്. ഇത് അവരുടെ വരുമാനത്തിൽ ഗണ്യമായ കുറവുണ്ടാക്കും. കാനഡയുടെ കയറ്റുമതിയുടെ 77% അമേരിക്കയിലേക്കാണ് നിലനിൽക്കുന്നത്. ഇതിൽ ക്രൂഡ് ഓയിൽ, ബിറ്റുമെൻ എന്നിവയുൾപ്പെടെയുള്ള ഊർജ്ജോൽപ്പന്നങ്ങളാണ് ഏറ്റവും വലിയ പങ്ക് കൂടുതലും വഹിക്കുന്നത്. മോട്ടോർ വാഹനങ്ങളും പാർട്സുകളും 14%, ഉപഭോക്തൃ വസ്തുക്കൾ 12% ഉള്ളത്. എല്ലാ അലൂമിനിയം, സ്റ്റീൽ ഉൽപ്പന്നങ്ങൾക്കും 50% തിരിവ് ചുമത്തുന്നത് അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയും ദോഷകരമായി ബാധിക്കും. അമേരിക്കയിലേക്കുള്ള സ്റ്റീൽ, ഇരുമ്പ് എന്നിവയുടെ മുൻനിര വിതരണക്കാരാണ് കാനഡ. ഏകദേശം 34% സ്റ്റീൽ ഉൽപ്പന്നങ്ങൾ കാനഡയിൽ നിന്നും മെക്സിക്കോയിൽ നിന്നുമാണ് ഇറക്കുമതി കൂടുതലും ചെയ്യുന്നത്. മെക്സിക്കോയുടെ വ്യാപാരത്തിന്റെ 83.1% കയറ്റുമതി മോട്ടോർ വാഹനങ്ങളുടെ ഭാഗങ്ങളും അനുബന്ധ ഉപകരണങ്ങളുമാണ് ഉള്ളത്. മാത്രമല്ല, ഇതിന്റെ മൂല്യം $40 ബില്യൺ ആണ്. അതിൽ 88.7% US-ലേക്കാണ് കയറ്റുമതി ചെയ്തിരിക്കുന്നതെന്ന് മെക്സിക്കൻ സർക്കാരിന്റെ ഔദ്യോഗിക കണക്കുകൾ വെളിപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. 2020 മുതൽ മോശമായി നിൽക്കുന്ന ബന്ധത്തിലാണ് ഈ മാറ്റം കൂടുതലും. എന്നാൽ അമേരിക്കയെ പിണക്കി അയൽക്കാരനെ ചേർത്ത് നിർത്താൻ തക്ക സാഹചര്യം ഇന്ത്യക്കുണ്ടോ എന്നാണ് ഇനി അവശേഷിക്കുന്ന ഒരേ ഒരു ചോദ്യം.